തിരക്കഥാകൃത്ത്, നടൻ, സംവിധായകൻ അങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ ശ്രീനിവാസൻ വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ എത്തിച്ചിരിക്കുന്നു. ആംബുലൻസിൽ നിന്ന് ഭൗതികദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ആരംഭിക്കും. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ, സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാവർക്കും അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി ആദരമർപ്പിക്കാനുള്ള അവസരമാണ് എറണാകുളം ടൗൺ ഹാളിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൻ എന്നിവരെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. എസ് വിജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഈ മൃതദേഹത്തെ അനുഗമിച്ച് വിജയകുമാർ ഉണ്ടായിരുന്നു. വിജയൻ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജി കെ, നമ്മൾ ടൗൺ ഹാളിൽ എത്തിയിരിക്കുകയാണ്. ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ പൊതുദർശനം തുടങ്ങും. ഇവിടെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ടൗൺ ഹാളിൽ. ടൗൺ ഹാളിൻ്റെ പരിസരം ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ആംബുലൻസ് ടൗൺ ഹാളിൻ്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ധാരാളം ആളുകൾ അതിനൊപ്പം ഓടി അകത്തേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത്. ശ്രീനിവാസനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ കലാജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കൊച്ചി. സിനിമകളുടെ ചർച്ചകളും ഒക്കെയായി അദ്ദേഹം വളരെ കാലം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഉദയംപേരൂരേക്ക് അദ്ദേഹം ഒരു താമസക്കാരനായി എത്തുന്നതോടെ ഏതാണ്ട് പൂർണ്ണമായും എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ കലാജീവിതവും സാംസ്കാരിക പൊതുജീവിതവും ഒക്കെ മാറുന്നത് നമ്മൾ കണ്ടു. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായി അദ്ദേഹം സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ടൗൺ ഹാളിലൊക്കെ എത്തുമായിരുന്നു. അവിടേക്കാണ് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയ പലരോടും കൂടുതൽ ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്തുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെയാണ് കൂടുതൽ സൗകര്യമുള്ളത്. മറ്റ് സ്ഥലത്ത് ഒരുപക്ഷെ വീട്ടിൽ അത്രയും സൗകര്യം ഉണ്ടാവില്ല. കാരണം വീട്ടിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം പങ്കെടുക്കാൻ ഈ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് ഒരുപക്ഷെ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ടൗൺ ഹാളിലേക്ക് എത്തുന്നതാണ് നല്ലത് എന്നറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ അടങ്ങുന്ന ഒരു വലിയ ഒരു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയം ഇവിടെ ഈ ടൗൺ ഹാളിൽ എത്തിയിട്ടുണ്ട്. ടൗൺ ഹാളിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കാൻ വേണ്ടി ഒരു ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. നമ്മളത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. കണ്ണീരടക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഇവിടെ ടൗൺ ഹാളിൽ ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെ വളരെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയുമ്പോഴും അത് മനസ്സിലാകുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് ഇത്രയും വേഗം അദ്ദേഹം നമ്മളുടെ കൂടെ നിന്ന് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹം അവരുടെ കൂടെ ഇനിയും കുറേ കാലം കൂടി ഉണ്ടാകുമായിരുന്നു എന്നാണ് അവരൊക്കെ കരുതിയത്. അങ്ങനെ കരുതിയവരുടെ നെഞ്ചിൽ വലിയ നീറ്റലാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വന്ന് ഇത്രയും മണിക്കൂർ കഴിയുമ്പോഴും ആ നീറ്റലിൽ നിന്ന് ആരും മുക്തരായിട്ടുമില്ല. അദ്ദേഹം നമ്മളോട് വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര അല്പസമയം മുമ്പ് ടൗൺ ഹാളിലെത്തിയത്. ഇവിടെ ടൗൺ ഹാളിൽ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു പീഠത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ശ്രീനിവാസനെ സ്നേഹിക്കുന്നവർ, അദ്ദേഹത്തെ സിനിമകളിലൂടെ കണ്ടവർ, അവരവരുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ മനസ്സിലാക്കിയവരൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ധാരാളം ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനായി ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തിരക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ചലച്ചിത്ര പ്രവർത്തകരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന വലിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ച് ഒരു വോളണ്ടിയേഴ്സായി അവരൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരെയൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ധാരാളം ആളുകൾ കൊച്ചി നഗരത്തിൻ്റെ ഒരു അന്തിമോപചാരം കൊച്ചിയിലെ പൗരാവലി അദ്ദേഹത്തിന്, അവരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടന് അവസാനമായി വിട നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു പീഠത്തിൽ ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ അല്പസമയത്തിനകം ഇവിടെ വരിവരിയായി നിൽക്കുന്ന ആളുകളെ ഈ വേദിയിലേക്ക് കടത്തിവിടും. അവർക്ക് ഓരോരുത്തർക്കും വന്ന് ഏതാനും കുറച്ച് മണിക്കൂറുകളായിരിക്കും, ഒരു 3 മണി വരെയൊക്കെ ആയിരിക്കാം ടൗൺ ഹാളിൽ ഈ പൊതുദർശനം ഉണ്ടാവുക. ആ സമയമാകുമ്പോഴേക്കും എല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ അവസാനമായി കാണുന്നതിന് അവസരം ഒരുക്കാം. മുഴുവൻ ആളുകൾക്കും ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിന് അവസരം ഒരുക്കും
എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവർക്കുള്ള അവസരം, അതിനുള്ള ക്രമീകരണം കൂടി ഏർപ്പെടുത്തുകയാണ്. ഇവിടെ എല്ലാവരോടും ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഉണ്ടാകുന്ന തരത്തിൽ സ്വയം അച്ചടക്കത്തോടെ നിൽക്കണം എന്നാണ് ഇവിടെ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ പറയുന്നത്. ഇവിടെ പോലീസും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചലച്ചിത്ര പ്രവർത്തകരും സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ താഴെ ഈ ടൗൺ ഹാളിന് പുറത്ത് ധാരാളം ആളുകൾ അകത്തേക്ക് വരാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഗേറ്റ് അടച്ച് ഇട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ആ ഗേറ്റ് തുറക്കും. ആ ഗേറ്റ് തുറക്കുമ്പോൾ കൂടുതൽ ആളുകളെ ഇവിടേക്ക് കടത്തിവിടാൻ കഴിയും. അപ്പോഴെല്ലാവർക്കും അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് അവസരം ഒരുങ്ങുകയും ചെയ്യും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ടൗൺ ഹാളിൻ്റെ പുറത്ത് ഭാഗമാണ്. ഇവിടെ പുറത്ത് കവാടത്തിലും റോഡിന് പുറത്തുമൊക്കെ ധാരാളം ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ശ്രീനിവാസൻ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് കാണാനുള്ളവർക്ക് നമ്മൾ ഈ നിൽക്കുന്ന വേദിയുടെ ഒരു ഭാഗത്തുകൂടി അകത്തേക്ക് കടന്നു വരാം. ശ്രീനിവാസനെ അവസാനമായി കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിപ്പോവുകയും ചെയ്യാം. അധിക സമയം ഈ തിരക്കിൽ നിൽക്കരുത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അവസാനമായി കാണുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാവർക്കും അവസരം കിട്ടുന്നത് അവസാനമായി കാണുന്നതിന് ഇപ്പോൾ ശ്രീനിവാസനെ അവസാനമായി കാണുന്നതിന് പറ്റുന്ന തരത്തിലാണ് ഈ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ, എല്ലാവരും ശ്രീനിയേട്ടൻ എന്ന് വളരെ സ്നേഹബഹുമാനത്തോടെ വിളിക്കുന്ന ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് ഇവിടെ ടൗൺ ഹാളിലാണ് പൗരാവലിക്ക് അവസാനമായി കാണുന്നതിന് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.